ആളില്ലേ? ആരുമില്ലേ വീട്ടില്? ഇതാ വരുന്നു. ആരാ ആരാ എന്ത് വേണം? ഞാൻ വില്ലൂരിക്കാട്ടിൽ നിന്ന് വരുവാ. കുറച്ച് തേൻ വിൽക്കാനുണ്ടായിരുന്നു. തേൻ വേണോന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ വന്നത്. തേനോ? അയ്യോ, തേനൊന്നും വേണ്ട, ഞങ്ങൾ അത് കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. വേണ്ട കേട്ടോ. അയ്യോ, ഇത് നല്ല ഒറിജിനൽ തേനാ. കാട്ടിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് വരുന്നതാ. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ മായം കലർന്നതല്ല. നല്ല ഗുണമുള്ള സാധനമാ. ഒരു ഒരു കുപ്പി വാങ്ങിച്ചു നോക്ക് നിങ്ങള്. എന്നിട്ട് പറ, അഭിപ്രായം പറ. എത്ര രൂപയാ? ഒരു ബോട്ടിലിന് 100 രൂപ. ശരി, ഞാൻ പൈസ എടുത്തോണ്ട് വരട്ടെ. ഇതാ പൈസ. ശരി, ഞാനെന്നാ പോട്ടെ. അച്ചു, അമ്മു, അപ്പു, ഓടി വന്നേ. ഇതാ മക്കളെ, ഞാൻ തേൻ വാങ്ങിച്ചതാ. നിങ്ങൾ ബ്രെഡ് കൂട്ടി കഴിച്ചു നോക്ക് കേട്ടോ. കാട്ടിൽ നിന്ന് കൊണ്ടുവന്നാ പറഞ്ഞത്, വെല്ലൂരി കാട്ടിൽ നിന്ന്. നല്ലതായിരിക്കും കേട്ടോ, നല്ല ഗുണമുള്ളതാന്നാ പറഞ്ഞത്. ശരി അമ്മേ, ബ്രെഡ് ഇരിപ്പുണ്ട്. ഇന്നലെ അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നായിരുന്നല്ലോ. ഞങ്ങൾ കഴിക്കാം. ഇനി കൊണ്ടാ. ചെല്ലു മക്കളെ. അയ്യോ, എത്ര ടേസ്റ്റ് ആയത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഇങ്ങനെ ബ്രെഡിന്റെ കൂടി ഇത്രയും ടേസ്റ്റ് ഉള്ള സാധനം. അയ്യോ, നീ പറഞ്ഞ കറക്റ്റ് ആടി. ഞാനിത് തന്നെ ആലോചിച്ചിട്ട് എന്ത് ടേസ്റ്റ് ചെയ്ത്. എവിടെ നിന്ന് കൊണ്ടുവന്നു പറഞ്ഞത്? വെല്ലൂരിക്കാടോ? ഇത് വെല്ലൂരിക്കാട്ടിൽ നിന്നാ കൊണ്ടുവന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ പുള്ളി ഇനി വരുമ്പോഴത്തേക്ക് വാങ്ങിച്ചു വെക്കാം. പക്ഷെ ഇനി അയാൾ വരുന്നുണ്ടോ ഉറപ്പ്? വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിപ്പോ പൈസ കൊടുത്തില്ലേ വാങ്ങിച്ചത്? എത്ര രൂപ? 100 രൂപ. നമുക്ക് ഇനി വെല്ലൂരിക്കാട്ട് നേരിട്ട് പോയി തേൻ എടുത്താലോ? അയ്യോ, വെല്ലൂരിക്കാട്ട് നേരിട്ട് പോകാനോ? ഇത് അങ്ങനെ പോകൂടി? അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഈ വെല്ലൂരിക്കാട് എവിടാന്ന് പറഞ്ഞാൽ എനിക്കറിയോ? അങ്ങ് മലമുകളില്ല. നമ്മൾ എങ്ങനെ പോകും അവിടെ? അല്ലെ തന്നെ അച്ഛനും അമ്മ നമ്മളെ വിടുവോ? ഭയങ്കര ഡേഞ്ചർ അല്ലേ അവിടെ പോകുന്നത്? എടി അച്ചു, അമ്മ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. നമുക്കാണെങ്കിൽ എന്തായാലും വെല്ലൂരിക്കാട്ടിൽ പോയി തേൻ എടുക്കാൻ ശ്രമിച്ചു നോക്കാം. അല്ലാതെ ഇപ്പൊ നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് തന്നെയല്ല, ഇനി ഇപ്പം അയാൾ വരുന്നത് നമുക്ക് ഉറപ്പ്. മറ്റേ ആകുമ്പോൾ നമ്മൾ നേരിട്ട് പോയി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും തേന്. പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ഇത് ആകെ ചെറിയൊരു ബോട്ടിൽ മാത്രമുണ്ട്. എന്തായാലും ഇത്ര ടേസ്റ്റ് ഉള്ള സ്ഥിതിക്ക് ഞാൻ പോവാ. നീ വരുന്നോടി, നിങ്ങൾ രണ്ടുപേരും വാ. എനിക്ക് പേടി, എന്നെ കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും പോയിക്കോ. നിങ്ങൾക്ക് 2 രൂപ ഇത് 2 കാട്ടിൽ പോയി എടുക്കാമെന്നാവാ അത്യാവശ്യം. ഞാൻ വരത്തില്ല, എനിക്ക് പേടിയാ. എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് പോയെടുത്താ ചെയ്യും. നിനക്ക് വേണമെന്നുണ്ട് കിടന്ന് കരയരുത്. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉള്ള സാധനം ഇത്, മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും, അച്ഛനും അമ്മയോടും പറയാം നമ്മൾ കളിക്കാൻ പോകുന്ന പറഞ്ഞിട്ട് പോയാൽ മതി. എന്നിട്ട് നമുക്ക് അവിടെ വെല്ലൂരിക്കാട്ടിൽ പോവാം. അച്ഛനും അമ്മയും അറിയത്തില്ലല്ലോ. അത് വേണ്ട, നമുക്ക് വെല്ലൂരിക്കാട്ടിൽ കളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ അവർക്ക് അന്വേഷിക്കാൻ വളരെ സ്ഥലം അറിയാൻ പറ്റുമല്ലോ, വെല്ലൂരിക്കാട്. അല്ലെങ്കിൽ നമ്മളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? എന്തായാലും നിങ്ങൾ പോവല്ലേ, ഞാനും കൂടെ വരാം. എനിക്ക് എന്തായാലും വേണം. എന്തായാലും നിങ്ങളുടെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ പോകാൻ തീരുമാനിച്ചല്ലോ. ഓക്കെ, അപ്പൊ നാളെ രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റണം കേട്ടോ. എന്തിനു കാടാന്നോ, എനിക്ക് പേടിയായിട്ട് വയ്യേ. പേടിക്ക്. നിനക്ക് കണ്ടില്ലായിരുന്നു ഇവിടെ ഒന്ന് തേനെടുക്കണം ഇത്ര ആഗ്രഹം? പേടിക്ക്. നിങ്ങൾ രണ്ടുപേരും അടിയിടാതെ പോകാൻ നോക്കും മുന്നോട്ട്. എടി, നമ്മൾ കുറെ ദൂരം നടന്നില്ലേ? എനിക്ക് ദാഹിച്ചിട്ട് വയ്യ, വെള്ളം കുടിക്കാൻ കൊണ്ടുവരേണ്ടതായിരുന്നു. അയ്യോ, നിനക്ക് ദാഹിക്കുന്നോടി. ഇതുവരെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇവനും ദാഹിക്കും. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യും, അരിയിലെങ്ങനെ പോയി വെള്ളം അന്വേഷിച്ച് നോക്കാം. വാവ്, സൂപ്പർ വെള്ളച്ചാട്ടം. എന്തായാലും എനിക്ക് ഇഷ്ടം പോലെ വെള്ളം കുടിക്കാൻ പറ്റും. നിന്റെ ദാഹം തീരുന്നവരെ കുടിച്ചോ, ആരും തടയാനില്ല കേട്ടോ. നല്ല സൂപ്പർ വെള്ളം. വെള്ളത്തിന് ഭയങ്കര തണുപ്പാട്ടോ. നിങ്ങൾ കുടിക്കുന്നില്ലേ? എടി അച്ഛോ, നീ കൂടുതൽ അങ്ങോട്ട് നടക്കാതെ. അവിടെ ആഴം കാണും, ചിലപ്പോൾ ഒഴുക്കൊക്കെ കാണും. നീ ഇങ്ങോട്ട് മാറി നിന്ന് വെള്ളം കുടിക്കുക. ഞങ്ങൾക്ക് വെള്ളം ഇപ്പൊ വേണ്ട. ഞാൻ വെള്ളം കുടിച്ചിട്ടാ വന്നു, എനിക്ക് ദാഹമില്ല. എനിക്കും ദാഹമില്ല, ഞാൻ പിന്നെ കുടിച്ചോളാം. എടി, നീ ഇങ്ങോട്ട് മാറി നിൽക്കേ, അറ്റത്ത് പോയി നിൽക്കാതെ. മാറ. പക്ഷെ നടുക്കൂടെ പോകുന്നത് നല്ല വെള്ളം അടി, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുന്നത്. അയ്യോ അച്ചു, അച്ചു. എടി, എങ്ങനെയാടി അവരെ രക്ഷിക്കുന്നത്? എങ്ങനെയാടി? എന്തു ചെയ്യേണ്ട നമ്മള്? അച്ചു, അപ്പൊ ആരെങ്കിലും പിടിച്ചാൽ കിടക്കാൻ നോക്കടി. അമ്മു, നിനക്കെന്ത് പറ്റിയടി? നീ തലമൊക്കെ വീണോ? ഞാൻ ഇനി ആരെ രക്ഷിക്കും? ഞാൻ എന്ത് ചെയ്യും? എടി അമ്മു, എഴുന്നേക്കടി. എടി, നമ്മുടെ അച്ചു വെള്ളത്തൊഴുകി പോയടി. അപ്പോഴാണ് നീ ബോധം കെട്ട് വീണത്. പിന്നെ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് കിടത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് തന്നെ ബോധം വീണത്. ഇപ്പോ നമ്മളിനി എങ്ങനെ അവളെ രക്ഷിക്കും? അവളെ എവിടെ പോയി കാണുന്ന അച്ഛനും അമ്മയോട് എന്ത് പറയും? എനിക്ക് വയ്യ, ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് ചെയ്യും? ഞാൻ അപ്പോഴേ പറഞ്ഞതാ വരണ്ടെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എടി, നീ എന്തേ പറയുന്നേ? നീ ഇവിടെ ചേർന്ന് തന്നെയാടി വരാനുള്ള തീരുമാനം എടുത്തത്. അവളാ പറഞ്ഞത് വരണ്ടെന്ന്. എന്നിട്ട് നമ്മൾ രണ്ടുപേരും അവളെ കൊണ്ട് കുഴിച്ചടിച്ച്. ഇനിയിപ്പോ എങ്ങനെ രക്ഷിക്കും ഇനി അവളെ? അയ്യോ, എന്നെ ആരും രക്ഷിക്കോ? ഞാൻ പറഞ്ഞതാ അപ്പോഴേ, വരുന്നില്ല. ഇവര് തന്നെയല്ലേ എന്നെ വിളിച്ചോണ്ട് വന്നത്. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കോ? അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് എന്തെങ്കിലും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കൊതിയാ, എന്നിട്ട് എന്നെ കൂട്ടിനുള്ളിക്കും. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഞാൻ ഇങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വെള്ളത്തിൽ നിന്ന് എന്തായാലും
ഒഴുകി ഒഴുകി വന്ന്. പക്ഷെ ഇനി ഈ സ്ഥലം ഒന്നും എനിക്കറിയത്തില്ല. ഇത് കൊടും കാടാ. ഈ കാട്ടിൽ കൂടെ ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും? അവരാരും എന്നെ ഇനി കണ്ടുപിടിക്കത്തുമില്ല. എടി ചായ എടുക്കടി. ആ എടുക്കാം സുരേഷ് ചേട്ടാ. എടി പിള്ളേരും തേടി. ആ അവര് കളിക്കാൻ പോയി. അമ്മേ, എന്താ മക്കളെ? എന്ത് പറ്റിയടാ, നിങ്ങൾ എന്തിനാ കരയുന്നത്? എവിടെ അച്ഛൻ എവിടെ? അമ്മേ, ഞങ്ങളാണെങ്കിൽ തേനെടുക്കാൻ വേണ്ടി വെല്ലൂരി കാട്ടിൽ പോയി. എന്നിട്ട് അച്ഛൻ ആണെങ്കിൽ ദാഹിക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി അരുവി ഇറങ്ങിയത്. അവളാണെങ്കിൽ അരുവിയിൽ ഒഴുകിപ്പെട്ട് എങ്ങനെ അറിയത്തില്ല, ഞാൻ ബോധം കെട്ട് വീണ്. എടാ നീയൊക്കെ കൊണ്ട് എന്റെ കൊച്ചിനെ കൊന്നോടാ. നീ എവിടെ പോയി അന്വേഷിക്കടാ? എന്തായാലും പോലീസിന് ഇൻഫോം ചെയ്യാം. ഞങ്ങളെന്ന് പറയല്ലേ, ഞങ്ങളൊന്നും ചെയ്തതല്ല. ഞാൻ എന്ത് ചെയ്യും? ആരാ കുട്ടി നീ? എന്തു പറ്റി നിനക്ക്? അങ്കിളെ, ഞാൻ വെല്ലൂരി കാട്ടിൽ വന്നതാ തേനെടുക്കാൻ വേണ്ടിയിട്ട് എന്റെ സഹോദരങ്ങൾക്കൊപ്പം. പക്ഷെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി അരുവി ഇറങ്ങിയപ്പോഴത്തേക്ക് ഒഴുക്കി പെട്ടിക്ക് പോകുന്നത് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. പക്ഷെ ഈ കൊടുങ്കാട്ട് ഞാൻ എന്ത് ചെയ്യാൻ? എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകണം. വെല്ലുരിക്കാട്ട് തേനെടുക്കാൻ വന്നു? നിങ്ങൾ അച്ഛനും അമ്മയോട് പറഞ്ഞിട്ടല്ലേ വന്നത്? ഇല്ലില്ല, അച്ഛനെ അമ്മയെ അറിയിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയെ വിടത്തില്ല. അതുകൊണ്ട് അവരോട് പറയാതെ ഞങ്ങൾ പോകുന്നത്. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കണം കുട്ടികളെ. നിങ്ങളൊക്കെ ഇങ്ങനെ അച്ഛനും അമ്മയോടും പറയാതെ പലയിടത്തും പോകും. എന്നിട്ട് ഇങ്ങനെ ഓരോ ആപത്തി പെടുമ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ട് എവിടെ പോയാലും അവരെ അറിയിച്ചിട്ട് നിങ്ങൾ പോകാവൂ. അതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ പോകാതിരിക്കുക. അങ്കിൾ ആരാ അങ്കിളെ? എന്തായാലും അങ്കിൾ എന്തായാലും രക്ഷിക്കണം എന്നെ. ഞാനിവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറാ. ഇതുവഴി പോയപ്പോഴാണ് നിന്നെ കാണാനിടയായത്. എന്തായാലും കണ്ടത് കാര്യമായി. നിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ തന്നെ എത്തിക്കാം. അഡ്രസ്സ് പറഞ്ഞു തരൂ. ശരി അങ്കിൾ, ഞാൻ പറഞ്ഞു തരാം. അങ്കിളെ, എനിക്ക് അഡ്രസ്സ് ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയാൻ വയ്യ. ഞാൻ ഇങ്ങനെ വഴി കാണിച്ചു തരാം, എൻ്റെ വീട്ടിലേക്കുള്ള വഴി. ശരി ശരി. ഇനി ഇടത്തേക്കാണോ വലത്തോട്ടാണോ? അവിടുന്ന് വലത്തോട്ട് വലത്തോട്ട്. ഇവിടുന്ന് ഇനി എങ്ങോട്ടാ? ഇവിടുന്ന് കുറച്ച് കയറ്റം കയറി മുകളിലോട്ട് പോകണം. അതിന് അവിടെ തന്നെ എൻ്റെ വീട്. അങ്കിള് നിർത്തി ഇവിടെ തന്നെ വീട്. എന്റെ അച്ഛൻ നീ ഇങ്ങനെ ഇവിടെ എത്തി? അമ്മ എന്നെ രക്ഷിച്ചത് ഈ പോലീസ് ഓഫീസറാ. പോലീസ് ഓഫീസർ അല്ല, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ. ഇദ്ദേഹം കാട്ടി ഡ്യൂട്ടിയിലായിരുന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടു. അതെ അതെ, ഞാൻ ഡ്യൂട്ടി ആയിരുന്നപ്പോൾ ഈ കുട്ടി നദിയുടെ കരയിൽ കിടക്കുന്നതാണ് കണ്ടത്. അവിടെ കിടന്ന് കരയുമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ കാട്ടിൽ പോയി തേനെടുക്കാൻ പോയി, അപ്പോഴിങ്ങനെ ഒഴുകിപ്പെട്ടെന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോളെ നിന്നെ എന്തായാലും തിരിച്ചു കിട്ടിയില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചതില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ തുടങ്ങുമായിരുന്നു. അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി നിന്ന് വീട്ടിൽ നിന്ന്. അവിടെ ഞങ്ങൾ കംപ്ലൈൻറ്റ് എടുക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാണ് മോളെ നീ വന്നത്. ഏതായാലും എടി അച്ചു, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്തായാലും നീ തിരിച്ചെത്തിയല്ലോ. അതേടി, നമുക്ക് എന്തായാലും ഭാഗ്യമുണ്ട്. ഈ കുട്ടികളെ ഇനി ഇങ്ങനെ പറഞ്ഞു വിടാത് കളിക്കാനെന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തം വേണം കുട്ടികളെ കുറിച്ച്, കേട്ടോ? അതെ സാർ, എന്റെ ശ്രദ്ധക്കുറവുകൊണ്ട് പറ്റിയതാ. ഇനി ഇങ്ങനൊന്നും സംഭവിക്കില്ല. ഞങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. സാർ എന്തായാലും കുറച്ച് വെള്ളമെങ്കിലും കുടിച്ചിട്ട് പോയാൽ മതി തിരിച്ച്. അതെ അതെ. അങ്കിൾ കയറി വരൂ.